നിലവിലെ പ്രതിസന്ധി അതുതന്നെയാണ്. അതായത് ഇപ്പോൾ എത്ര ലോഡ് മാലിന്യം മാറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വാഹനം നിറഞ്ഞ് മാലിന്യം മാറ്റാൻ കാത്തു നിൽക്കുന്നില്ല. താഴെ നിന്നും കോരിയെടുക്കുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തേതുമായി ഓരോ നഗരസഭയുടെ വാഹനങ്ങളും കടന്നു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ അതുപോലെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇവിടെ കിടക്കുന്ന മാലിന്യം മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് ഇവിടെ കിടക്കുന്ന മാലിന്യം മാറ്റി തീർത്താൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആളുകളിൽ നിന്ന് മാലിന്യം മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു തുറസായ സ്ഥലമാണ്. അതിന് മുകളിൽ ടണലുകളൊന്നുമില്ല. ഗ്രില്ലുകൾ വെച്ച് സൈഡ് വശം മറച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ മാലിന്യം മാറ്റി തീർത്താൽ അവിടെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോൾ ഏകദേശം അസ്തമിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു 90% സാധ്യതയാണ് ഈ ടണലിനുള്ളിലേക്ക് പോകാൻ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ടണലിനുള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇവിടെ വീണയാൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇവിടെ ഇനി തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എല്ലായിടങ്ങളിലും തിരച്ചിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വാർത്ത പോയിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി എന്ന് തോന്നുന്നു, കണ്ണൂരിൽ നിന്നുള്ള വാർത്ത. ആ വാർത്ത പോയ സമയത്താണ് സ്കൂബ ഡൈവിംഗ് ടീമിലെ ഒരാൾ അവിടേക്ക് ഇറങ്ങി ഇതിനകത്തേക്ക് പോയത്. ആ ആൾ ഇപ്പോഴും അതിനുള്ളിൽ തന്നെയാണുള്ളത്. ഇത്രയും സമയമാകുന്നു, ഏകദേശം ഒരു 5-8 മിനിറ്റ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏകദേശം കണക്കാക്കാനാകുക. അങ്ങനെയാണെങ്കിൽ അത്രയും സമയം ആ സ്കൂബ ഡൈവിംഗ് ടീമിലെ അംഗം ഇപ്പോഴും അകത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇത്രയും അധികം സമയം അകത്ത് ചിലവഴിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അവിടേക്ക് മാലിന്യം നിറഞ്ഞ് കടന്നു പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട മാലിന്യം കുന്നുകൂടി കിടക്കുന്ന തരത്തിലുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാകാനിടയില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴെന്തായാലും റെയിൽവേയുടെ സഹകരണം കൂടി പറയേണ്ടതുണ്ട്. റെയിൽവേ നേരത്തെ ചില ഈ ട്രെയിനുകളുടെ സമയക്രമം അടക്കം മാറ്റി നിശ്ചയിക്കേണ്ട അവസ്ഥയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റെവിടെയെങ്കിലും, ഇവിടെയല്ല എങ്കിൽ തൊട്ടപ്പുറയുള്ള മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ ഇടേണ്ട അവസ്ഥയുണ്ട്. ഇപ്പോൾ പേട്ടയാണെങ്കിലും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അവിടെ വരെയൊക്കെ വന്ന് ട്രെയിനുകളുടെ സർവീസ് അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ട്രാക്ക് മാറ്റി വിടേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാലതാമസം എടുത്തിരുന്നു. ഇപ്പോൾ എന്തായാലും നിലവിൽ 4 ട്രാക്കുകളിൽ, അതായത് നമ്മൾ തമ്പാനൂരിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് നിന്നും അവിടെ നിന്നും ആ ഭാഗത്തു നിന്നുമുള്ള, അതായത് പ്രധാന കവാടത്തിൻ്റെ അവിടെ നിന്നുമുള്ള 4 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുമുള്ള സഹകരണമുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമാണെങ്കിൽ നൽകാം എന്നൊരു കാര്യം കൂടി റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സഹകരണം കൃത്യമായി തന്നെ തുടക്കം മുതലുണ്ടാകുന്നു. പോലീസിൻ്റെ സഹകരണം ഉണ്ടാകുന്നുണ്ട്. നഗരസഭയുടെ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ താഴേക്ക് ഇറങ്ങി ഈ മാലിന്യം നീക്കുന്നതിനടക്കം സഹായം നൽകുന്നു. അങ്ങനെ കൂട്ടായ പ്രവർത്തനം എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ആ പ്രവർത്തനങ്ങളൊന്നും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല. ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെയും അവസ്ഥ. പ്രജീഷ്.